ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് തുടങ്ങാം. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ ഇപ്പം തൽക്കാലം കാണാണ്ട് പഠിച്ചോ, അതാണ് എളുപ്പം. അതായത് ഇപ്പോൾ പറഞ്ഞു തരാൻ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നാൻഡ് എടുക്കുക, അതിലേക്ക് ആ നാൻഡിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് എസും അതിൻ്റെ പാരലിൽ താഴെയുള്ളതിലേക്ക് ആറും കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും ഷോർട്ട് ചെയ്തിട്ട് ക്ലോക്ക് കൊടുക്കുക. ആൻഡ് ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഞാൻ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു, ഇതിന് ഇൻപുട്ടായിട്ട് ക്ലോക്ക് ഉണ്ട്, പിന്നെ എസ് ഉണ്ട്, സെറ്റ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, ആൻഡ് QN+1 ആൻഡ് Q⁻N+1 എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ് ഉണ്ട്. ഇതിലിപ്പം ക്ലോക്ക് കൊടുത്തിട്ടില്ല വിചാരിക്കും. അപ്പം എസ് എന്താണോ എന്താണോ എന്നുള്ള കാര്യം നോക്കണ്ട. ഈ QN എന്തായിരുന്നോ സ്റ്റേറ്റ് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം QN+1 അവിടെ QN തന്നെ ആയിരിക്കും, Q⁻N+1 Q⁻N ആയിരിക്കും. അതായത് നമ്മൾ പണിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ വിചാരിച്ചോ. ക്ലോക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല. സോ പണിയെടുക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. എന്തായിരുന്നു സ്റ്റേറ്റ് അത് തന്നെ കണ്ടിന്യൂ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് 1 ആക്കി. അപ്പോൾ ഉള്ള പണിയെടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പറയുന്നില്ല, റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. റീസെറ്റിൽ 1 കൊടുത്തു. അപ്പം സപ്പോസ് എൻ്റെ ഒരു സാധനമുണ്ട്, അത് എന്താണെന്നറിയില്ല. സപ്പോസ് എക്സ് ആണ് വിചാരിക്കും. എക്സ് ക്യാൻ ബി എയ്തർ 1 or 0. ഓക്കെ, എയ്തർ 1 or 0 ഏതാണെന്നറിയില്ല. ഇതിലെന്താണോ നോക്കണ്ട, ഈ എക്സിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് റീസെറ്റാണ് ചെയ്തത്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് റീപ്ലേസ്ഡ് ആവും. അതായത് എക്സ് എന്ന് പറഞ്ഞ സാധനം റീപ്ലേസ്ഡ് ആയിട്ട് 0 ആവും. എന്താണോ നോക്കണ്ട, അവിടെ ഉള്ളത് 0 ആവും. അപ്പം Q⁻ എന്ന് പറഞ്ഞാൽ Q0 ആണെങ്കിൽ Q⁻ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലോക്ക് 1 ആണ്. ക്ലോക്ക് 1 ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ ഞാൻ ക്ലോക്ക് 1 ആണ്, സെറ്റിൽ 1 കൊടുത്തു, റീസെറ്റിൽ 0 കൊടുത്തു. ലൈക്ക് എന്തോ ഒരു എക്സ് ഉണ്ട്. എക്സ് എന്താണെന്ന്, എക്സ് ക്യാൻ ബി ഇതർ 1 or 0. ഈ എക്സ് എന്താണെന്ന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. അതാണ് ഇത്. അപ്പം Q1 ആണെങ്കിൽ Q⁻ എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ആൻഡ് ക്ലോക്ക് 1 ആണ്, സെറ്റിൽ 1 ആണ്, റീസെറ്റിലും 1 ആണ്. ലൈക്ക് സെറ്റും ചെയ്യാൻ പറഞ്ഞു, റീസെറ്റും ചെയ്യാൻ പറഞ്ഞു. അതേ ടൈമിൽ 1 കൊടുക്കാനും പറഞ്ഞു, 0 ആക്കാൻ പറഞ്ഞു. പക്ഷേ അന്നപ്പോൾ ഇത് ഒരു ഇൻവാലിഡ് കണ്ടീഷൻസ് ഉണ്ടാക്കും ഇവിടെ. ഇൻവാലിഡ് അത്രേ ഉള്ളൂ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏത് സെറ്റ് റീസെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ SR വരയ്ക്കുക. SR വരച്ചിട്ട് ഈ ക്യൂവിൻ്റെ അവിടെ നിന്ന് SR വരയ്ക്കുക. എന്നിട്ട് ഈ ക്യൂ ഉണ്ടല്ലോ, ക്യൂവിൻ്റെ അവിടെ നിന്ന് ഈ റീസെറ്റിൻ്റെ അവിടേക്ക് അവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കുക. Q⁻ അവിടെ നിന്ന് സെറ്റിൻ്റെ അവിടേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതായത് കണ്ടില്ലേ, സർക്യൂട്ട് ഓക്കെ അല്ലേ. ആൻഡ് ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ എസും ആറും 1 കൊടുക്കുമ്പോൾ ഇൻവാലിഡ് കണ്ടീഷൻ ഉണ്ടാക്കും. ഈ സാധനത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം JK എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാക്കിയത്. SR എന്ന് പറഞ്ഞാൽ സെറ്റ് റീസെറ്റാണ്. JK എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ജാക്ക് കിൽബി ആണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ആസ് ഓൾവേസ് ക്ലോക്ക് ഉണ്ട്, J ഉണ്ട്, K ഉണ്ട്. Jയും Kയും ഈക്വലൻ്റ് ടു റീസെറ്റ് ആൻഡ് സെറ്റാണ്. ഓക്കെ. ആൻഡ് ഇവിടെ QN+1 Q⁻N+1. ഈ 1 വരുമ്പോഴുള്ള സ്റ്റേറ്റ് സാധനം സോൾവ് ചെയ്യാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അന്നപ്പോൾ അതിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആസ് SR. ഓക്കെ. ഞാൻ പറഞ്ഞു ക്ലോക്ക് 0 ആകുമ്പം Jയും Kയും ഡിപ്പെൻഡൻ്റ് അല്ല. QN+1 എന്താ, അവിടെ QN ആയിരിക്കും, Q⁻ അവിടെ Q⁻N ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 1 ആക്കി, 0 ആണ്. Jയിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, പക്ഷേ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും 0 ആക്കി. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലോക്ക് ഉണ്ട്, സെറ്റ് ചെയ്യാൻ പറഞ്ഞു, റീസെറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, സോ സെറ്റ് ചെയ്തു. അപ്പം സെറ്റിൻ്റെ ഓപ്പോസിറ്റ് റീസെറ്റ്. ഓക്കെ. ക്ലോക്ക് ഉണ്ട്, സെറ്റ് ചെയ്യാൻ പറഞ്ഞു, റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. മീൻസ് Jയിലും Kയിലും 1 കൊടുത്തു. അപ്പോൾ ഈ കണ്ടീഷനെ ടോഗ്ലിംഗ് എന്ന് പറയും. ടോഗിൾ മീൻസ് ഇവിടെ ഇപ്പം സപ്പോസ് 1 ആയിരുന്നു,
അപ്പം നെക്സ്റ്റ് ജെയും കെയും 1 ആകുമ്പോൾ ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ സാധനം ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുക. ടോഗിൾ എന്ന് പറഞ്ഞാൽ ടോഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 0 വരും. സപ്പോസ് അത് 0 ആയിരുന്നു, അത് നെക്സ്റ്റ് ക്ലോക്ക് വരുമ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് 1 വരും. നെക്സ്റ്റ് ക്ലോക്കിൽ തിരിച്ച് പിന്നെയും 1 0 1 0 അങ്ങനെ മാറി മാറി കളിക്കും. അതിനെയാണ് ടോഗിൾ എന്ന് പറയുക. അപ്പോൾ എന്താണ്, ഇവിടെ ആദ്യം QN ആയിരുന്നു വിചാരിക്കും. ഏത് QN+1 QN എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, മീൻസ് Q⁻N ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും QN ആയിരിക്കുമല്ലോ. ഇത്രേ ഉള്ളൂ JKൻ്റെ ട്രൂത്ത് ടേബിൾ. സിമ്പിൾ. JK കഴിഞ്ഞു. ഐ തിങ്ക് MSJKൻ്റെ ഫിഗർ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ JKയിൽ എന്താ പറയുക, റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്ക് 1 ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ്ലി പെട്ടെന്ന് ഈ ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. അതായത് Q ബാർ അങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ടോഗിൾ ആയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഞാൻ ക്ലോക്ക് കൊടുക്കുന്നത് 0 ആക്കി. അന്നപ്പം ഈ ഔട്ട്പുട്ട് QN+1 ആൻഡ് Q⁻N+1 എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഇവിടെ എന്തായിരിക്കണം എന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന്, അതായത് Q എന്നുള്ള സാധനം എന്തായിരിക്കും എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റി റിസൾട്ട് ഉണ്ടാക്കും. അതായത് കുറേ നേരം കണ്ടിന്യൂസ്ലി ക്ലോക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുമ്പം അൺസർട്ടനിറ്റി റിസൾട്ട് ഒക്കേഴ്സ് എന്നാണ് പറയുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ എഡ്ജ് ട്രിഗേർഡ് യൂസ് ചെയ്യും, എഡ്ജ് ട്രിഗേർഡ് JKs യൂസ് ചെയ്യും, എൽസ് MSJKs യൂസ് ചെയ്യും. മാസ്റ്റർ സ്ലേവ് JK. മാസ്റ്റർ സ്ലേവിൻ്റെ സാധനം സിമ്പിളാണ്. അതായത് ഒരു JK ഇവിടെ വരയ്ക്കുക, നെക്സ്റ്റ് JK ഇവിടെ വരയ്ക്കുക, എന്നിട്ട് ഫസ്റ്റ് JKയിലേക്ക് നോർമൽ ക്ലോക്ക് കൊടുക്കുക. ആ ക്ലോക്കിനെ ഇൻവേർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് JKയിലേക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ആൻഡ് T ഫ്ലിപ്പ് ഫ്ലോപ്സ്, T ഫോർ ടോഗിൾ. ഓക്കെ, T ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടല്ലോ, നോർമൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക, എന്നിട്ട് Jനും Kനും ഷോർട്ട് ചെയ്യുക. ഓക്കെ, Jനും Kനും ഷോർട്ട് ചെയ്യുക. ഇത് നോക്കൂ, Jനും Kനും ഷോർട്ട് ചെയ്തു, T എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു. മീൻസ് ഈ സാധനം 1 ആണെങ്കിൽ ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ഞാൻ ക്ലോക്ക് 0 കൊടുത്തു. മീൻസ് ടീനെ എന്താണോ എന്നുള്ള കാര്യം നോക്കുകയേ വേണ്ട, എന്തായിക്കോട്ടെ. ഇത് ക്യാൻ ബി 0 or 1, എന്താണെങ്കിലും ആദ്യത്തെ സ്റ്റേറ്റ് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. Q ആയിരുന്നെങ്കിൽ QN ബാർ ആയിരുന്നെങ്കിൽ QN ബാർ തന്നെ. ക്ലോക്ക് 1 കൊടുത്തു, അപ്പോൾ ടോഗിൾ 0 മീൻസ് ടോഗിൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സോ ദാറ്റ് ടോഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം QN ആയിരുന്നെങ്കിൽ QN തന്നെ, QN ബാർ ആയിരുന്നെങ്കിൽ QN ബാർ തന്നെ. ദാറ്റ്സ് ഓൾ. പക്ഷേ ഞാൻ ഇപ്പം ക്ലോക്ക് 1 കൊടുത്തു, T 1 കൊടുത്തു, മീൻസ് ടോഗിൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം QN ആയിരുന്നെങ്കിൽ QN എന്നുള്ളത് QN ബാർ ആവുമല്ലോ, ടോഗിൾ ആയല്ലോ. മീൻസ് ആദ്യം QN ആയിരുന്നു, അത് മാറിയിട്ട് QN ബാർ ആയി, ഓപ്പോസിറ്റ് സാധനം വരും, ടോഗിൾ. അപ്പം QN ബാർ ഉള്ളിടത്ത് QN വന്നു. അത്രേ ഉള്ളൂ T എന്ന് പറഞ്ഞാൽ. T ഫ്ലിപ്പ് ഫ്ലോപ്സ് കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്സ്. D എന്ന് പറഞ്ഞാൽ SRൻ്റെ അവിടെ SR വരയ്ക്കുക. നോർമൽ SR വരച്ചിട്ട് എസ്സിനേക്ക് ഇൻപുട്ട് കൊടുക്കുക D. ആൻഡ് ആ സാധനം Dനെ ഇൻവേർട്ട് ചെയ്തിട്ട് നോട്ടാക്കിയിട്ട് അങ്ങനെ ഇവിടെ കൊടുക്കുക. ഇവിടെ നാൻഡ് യൂസ് ചെയ്തത് ഫുള്ള് നാൻഡ് ഗേറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. സമയം ഓക്കെ അല്ലേ? ഈ സാധനത്തിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, നിങ്ങൾ തന്നെയാണ് ഒരു ഫംഗ്ഷൻ ചോദിച്ചോ. ഞാൻ നിനക്ക് ഒരു 10 എന്ന് പറഞ്ഞൊരു സാധനം തന്നു, 10 എന്ന് പറഞ്ഞ എന്തൊരു സാധനം തന്നു. ഈ സാധനം എൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് തന്നിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് കൊടുക്കുക. അതാണ് നിൻ്റെ ഫംഗ്ഷൻ. അതായത് ഔട്ട്പുട്ടായിട്ട് നീ കൊടുക്കുക, അതാണ് നിൻ്റെ ഫംഗ്ഷൻ വിചാരിച്ചോ. അത് തന്നെയാണിത്. ഞാൻ ഇപ്പം ഡീൻ്റെ അകത്ത് 1 എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൊടുത്ത് 1. ഈ സാധനം ഔട്ട്പുട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു ക്ലോക്ക് സൈക്കിൾ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് ക്യൂവിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ എത്തുള്ളൂ. ആൻഡ് ഞാനിപ്പം 0 ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിലും ഒരു ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞിട്ടേ ഇവിടേക്ക് ആ 0 എത്തുള്ളൂ. ക്ലോക്ക് 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു കണ്ടീഷൻ നോക്കണ്ട, D എന്താണോ നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയായിരിക്കും സ്റ്റേറ്റ്. ക്ലോക്ക് 1 ആണെങ്കിൽ ഇവിടെ D 0 കൊടുത്തു, മീൻസ് ഈ 0 ഒരു സൈക്കിൾ ഇവിടെ +1 ഉണ്ടല്ലേ, ഈ +1 മീൻസ് നെക്സ്റ്റ് ഒരു ക്ലോക്ക് കഴിഞ്ഞിട്ട് എന്നാണ്. അപ്പോൾ ഈ 1 ക്ലോക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഔട്ട്പുട്ടിലേക്ക് QN 0 എത്തുക. അപ്പോൾ ഇതിൻ്റെ വേറെ ഓക്കെ, സിമ്പിൾ ആസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്.
1 ഞാൻ കൊടുത്തു, ഒരു ക്ലോക്ക് കഴിഞ്ഞു, 1 ഔട്ട്പുട്ടിലേക്ക് എത്തി. അത്രേ ഉള്ളൂ ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇനി നമുക്ക് അസിൻക്രണസ് കൗണ്ടേഴ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ 4 ബിറ്റിൻ്റെ സർക്യൂട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇപ്പോൾ ഒരു സാധാ ഒരു JK വരയ്ക്കുക. ജെയും കെയും ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് ഔട്ട്പുട്ട് എന്ന്, അതായത് ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ജെയും കെയും ഷോർട്ട് ചെയ്തിട്ട് J = K = 1 കൊടുത്താൽ ഇത് ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ടോഗിൾ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിന് നമ്മൾ മുതലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കൗണ്ടേഴ്സ് ഉണ്ടാക്കും. ഈ കൗണ്ടേഴ്സ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. അതായത് ഞാൻ പറഞ്ഞു, അതായത് ഫസ്റ്റത്തെ JKയിലേക്ക് ക്ലോക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്ലോക്ക് കൊടുത്തു. ഈ ക്ലോക്ക് കൊടുക്കുമ്പം JK ഒരു ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫസ്റ്റ് ഇനീഷ്യലി 0 ആയിരുന്നു വിചാരിച്ചോ. ഈ ക്ലോക്കിൻ്റെ ഞാനിപ്പോൾ ഇത് നെഗറ്റീവ് എഡ്ജാണ് വിചാരിച്ചോ JK ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈ നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ഈ സാധനം ട്രിഗർ ആവും. 0 ആയിരുന്നെങ്കിൽ 1 ആവും. ഏത്? ഇത് Q0 ആണ്. Q0 ഇത് ക്ലോക്കിന്ന് നെഗറ്റീവ് എഡ്ജ് എപ്പോൾ വന്നോ അപ്പം ഈ സാധനം ട്രിഗർ ആവും. എന്നിട്ട് അടുത്ത നെഗറ്റീവ് എഡ്ജ് ക്ലോക്കിൻ്റെ എപ്പോൾ വരുന്നോ അപ്പോൾ പിന്നെയും ട്രിഗർ ആവും. അങ്ങനെയാണ് പോവുക. ഇങ്ങനെയാണ് ക്ലോക്ക്. അടുത്ത നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ട്രിഗർ, അടുത്ത നെഗറ്റീവ് എഡ്ജ് ട്രിഗർ. അന്നപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി 0 ആയിരുന്നു വിചാരിച്ചോ. അടുത്ത ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് വന്നു. അപ്പോൾ ഈ സാധനം റീപ്ലേസ് ചെയ്തിട്ട് ഔട്ടിൽ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് വരുമ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 1 വരും. 0 വരും. അങ്ങനെ മാറി കളിക്കും. അങ്ങനെയാണ് ടോഗിൾ സ്റ്റേറ്റ്. അന്നപ്പം സപ്പോസ് ഫസ്റ്റ് 1 0 1 0 അങ്ങനെ പോയി വിചാരിച്ചോ. Q0 ഈ സാധനമാണ് നമ്മൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് JKൻ്റെ ക്ലോക്ക്. അപ്പം ഈ 1 0 ഞാൻ പറഞ്ഞു, ഈ ക്ലോക്കിൻ്റെ 1 എപ്പോൾ 0ലേക്ക് ആവുന്നോ അപ്പോഴാണ് ഇത് ട്രിഗർ ആവുന്നത്. കണ്ടോ, ഇത്രയും നേരം 0 ആയിരുന്നു. ട്രിഗർ ആയത് ഈ ക്ലോക്ക് 1 0 ആയതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുന്ന് 1 എപ്പോൾ 0ക്ക് ആയോ അപ്പോഴാണ് ഈ JK ട്രിഗർ ആവുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇനീഷ്യലി ഇവിടെ 0 ആയിരുന്നു വിചാരിച്ചോ. അപ്പോൾ ഈ 1 0 ആയി, ഈ 1 0 ആയി. ആ മൊമെൻറ്റിൽ തന്നെ ഈ JK 1 ആവും. ഓക്കെ, നെക്സ്റ്റ് 1 0 ആകുമ്പോഴാണ് ഇത് മാറിയിട്ട് 0 ആവുക. അതൊക്കെയാണല്ലോ. ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ക്ലോക്ക് ഓഫ് ദിസ്. അതേപോലെ തന്നെ ഇത് കണക്റ്റഡ് ടു ദ ക്ലോക്ക്. ബാക്കി എല്ലാ ജെയും കെയും ഷോർട്ടഡ് ആൻഡ് ഇൻപുട്ട് അഡ്രസ് 1. ആൻഡ് നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ മാറിപ്പോയത്, നമ്മൾ എടുക്കേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ Q0 Q1 Q2 Q3 ഇങ്ങനെ വേണം എടുക്കാൻ. തിരിച്ചെടുത്താൽ തെറ്റും, ഉറപ്പാണ്. പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട, തെറ്റിയിരിക്കും. ഇല്ലേ പറഞ്ഞാൽ മതി, തെറ്റും. കണ്ടോ, ഇവിടുന്ന് കണക്റ്റഡ് ടു LED, ഇവിടുന്ന് കണക്റ്റഡ് ടു LED, ഇവിടുന്ന് കണക്റ്റഡ് ടു LED. ബാക്കി ജെയും കെയും ഷോർട്ടഡ് ടു 1 എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ജെയും കെയും ഷോർട്ട് ചെയ്തിട്ട് വേണ്ട ബ്രെഡ് ബോർഡിലാണെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് ഇടുക. ആ പോയിന്റിലേക്ക് ഒരു സ്വിച്ച് എടുത്തിട്ട് ഓണാക്കി ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. അതാണ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ. ഓക്കെ, അപ്പ് കൗണ്ടറാണിത് ഞാൻ പറഞ്ഞത്. ഇതിൽ ഡൗൺ കൗണ്ടർ ഉണ്ടാക്കാൻ വലിയ ഒരു പണിയില്ല. നമ്മൾ ഈ Q-ന്നാണ് ക്ലോക്കിലേക്ക് കൊടുത്തത്. അതിന് പകരം നമ്മൾ Q ബാറിന് എടുത്തിട്ട് ക്ലോക്കിലേക്ക് കൊടുക്കുക, Q ബാറിന് എടുത്ത് ക്ലോക്കിലേക്ക് കൊടുക്കുക, Q ബാറിന് എടുത്ത് ക്ലോക്കിലേക്ക് കൊടുത്താൽ ഡൗൺ കൗണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു. അത്രേ ഉള്ളൂ പണി. എന്താണ് Q എടുത്തിട്ടാണ് ക്ലോക്കിലേക്ക് കൊടുക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് എ അപ്പ് കൗണ്ടർ. ഇതിപ്പോൾ നമ്മൾ ഡൗൺ കൗണ്ടർ ഉണ്ടാക്കുമ്പോൾ Q ബാറിന് എടുത്തിട്ട് ക്ലോക്കിലേക്ക് കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. അപ്പ് ഡൗൺ കൗണ്ടർ ഇതിൽ പക്ഷേ ഔട്ട് എടുക്കുന്നത് എപ്പോഴും Q0 ഇത് Q തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. Q0 എന്നാണ് ഔട്ട് എടുക്കേണ്ടത്. Q തന്നെയാണ് ഔട്ട് എടുക്കേണ്ടത്. Q ബാർ എന്നാണ് ക്ലോക്ക് കൊടുക്കുക ഇഫ് ഇറ്റ്സ് ഡൗൺ. ആൻഡ് അപ്പ് ഡൗൺ കൗണ്ടർ പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. Qന്ന് ഔട്ട് എടുക്കുക, എന്നിട്ട് ഒരു XOR ഗേറ്റ് ഇട്ടിട്ട് XOR ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. എന്തിനെ? XOR വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് Q ഇൻപുട്ട് കൊടുക്കുക, മറ്റേതിൽ ഒരു ലൈൻ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് ഞാൻ M എന്ന് പേരിട്ടു. ഇത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഫ് M = 1 അല്ല M = 0 അത് അപ്പ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഇഫ് M = 1 ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. അതാണ് നമ്മളവിടെ ആവശ്യം. നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ഓർ ഓഫ് ആക്കുന്നതിനനുസരിച്ച്
ഈ സാധനം അപ്പ് കൗണ്ടറാണോ ഡൗൺ കൗണ്ടറാണോ ഔട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരും. അതാണ് നമ്മുടെ ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടു. അപ്പോൾ ഇത് അപ്പ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഇഫ് ഇത് സ്വിച്ച് ഓൺ ആക്കിയിട്ടു, അപ്പോൾ ഇത് ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ക്യൂ, ഞാൻ ഇപ്പോൾ ഇത് 0 എന്ന് വിചാരിച്ചോ, അതായത് എക്സോറിൻ്റെ ഒരു ഇൻപുട്ട് 0. അപ്പോൾ ക്യൂവിൽ ഇനീഷ്യലി 0 മീൻസ് ഇനീഷ്യലി 0 എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഒരു എക്സോറിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് 0 വന്നു. 0യും 0 എക്സോർ ചെയ്ത് നമുക്ക് എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എയും 0 ബിയും 0 ആകുമ്പം ഔട്ട്പുട്ട് 0 തന്നെ. എയും 0 A0 B 1 ആകുമ്പം ഔട്ട്പുട്ട് 1 വരും. A1 B 0 ആകുമ്പം ഔട്ട്പുട്ട് 1 വരും. എയും 1 ബിയും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വരും. മീൻസ് സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഡിഫറെൻറ്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഓക്കെ അല്ലേ? ഇതാണ് എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഇൻപുട്ടായിട്ട് 0 കൊടുത്തു, 2 ഇൻപുട്ടായിട്ട് 0 കൊടുത്തു. സോ ഔട്ട്പുട്ട് വിൽ ബി 0. ഇഫ് ഇൻപുട്ട് ഈ ക്യൂ എന്ന് പറഞ്ഞ സാധനം 1 ആയിരുന്നു, മീൻസ് ഒരു ഇൻപുട്ട് 1 ആണ്, ഒരു ഇൻപുട്ട് 0 ആണ് എന്ന് പറഞ്ഞാൽ 1 വരും ഔട്ടായിട്ട്. ഇത് നോക്കിയാൽ കാണാം, ഞാൻ ആദ്യം 0 കൊടുത്തു. 0 കൊടുത്തപ്പം ഔട്ട്പുട്ട് 0 തന്നെ വന്നു. അതായത് ക്യൂവിൽ 0 ആയിരുന്നപ്പം ഔട്ട്പുട്ട് 0, ആൻഡ് ക്യൂവിൽ 1 ആയിരുന്നപ്പം ഔട്ട്പുട്ട് ഓൾസോ 1. മീൻസ് ഒരു ഡയറക്റ്റ് കണക്ഷൻ ക്യൂന്ന് ക്ലോക്കിലേക്ക് കൊടുത്ത പോലെ തന്നെയല്ലേ, വലിയ ഡിഫറൻസസ് ഒന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ. ആൻഡ് എക്സോർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ മോഡ് കൊടുത്തത് 1 ആണെന്ന് വിചാരിച്ചോ. മോഡ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത സ്വിച്ച് 1 ആക്കി. അപ്പം ഞാൻ ക്യൂവിൽ ആദ്യം വിചാരിച്ചു 0 ആണ് ക്യൂ. അപ്പം ഔട്ട്പുട്ട് എന്തായിരിക്കും? അതായത് ഈ എക്സോർ കൂടെ 1ഉം 0യും കൂടി പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1. ആൻഡ് ഇഫ് ദ ക്യൂ ഈസ് 1, എക്സോറിലേക്ക് 1ഉം 1ഉം ആണ് പോകുന്നത്. 1ഉം എക്സോറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്? 0 ആയിരിക്കും. ഇത് നോക്കി കാണാം, 0 ആയിരുന്നപ്പം ഔട്ട്പുട്ട് ഈസ് 0 അല്ല 1. 1 ആയിരുന്നപ്പം ഔട്ട്പുട്ട് ഈസ് 0 അല്ലേ? മീൻസ് ഇത് ഈസ് ഈക്വലൻ ടു ക്യൂ ബാർ എന്നല്ലേ? അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. മറ്റേ ഡൗൺ കൗണ്ടർ നോക്ക്, ക്യൂ ബാർ എന്നല്ലേ കണക്ഷൻ എടുത്തിട്ട് ക്ലോക്കിലേക്ക് കൊടുത്തത്. ഇത് സെയിം ആയിട്ട് പോലെയല്ലേ? ഇവിടെ ക്യൂ ബാർ ഉണ്ടായിരുന്നെങ്കിൽ ക്യൂ ബാറിന് കണക്ഷൻ എടുത്ത് ക്ലോക്കിലേക്ക് കൊടുത്ത പോലെ തന്നെ അല്ലേ? വലിയ ഡിഫറൻസസ് ഇല്ലല്ലോ. അത്രേ ഉള്ളൂ സാധനം. കണ്ടോ, നമുക്ക് എത്ര ബിറ്റാണോ വേണ്ടത് അതിനനുസരിച്ച്, അതായത് നമുക്ക് എത്ര JK ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ 3 ബിറ്റാണ് പറഞ്ഞു വിചാരിച്ചോ. 3 ബിറ്റാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം, 3 JK യൂസ് ചെയ്യണം. ആൻഡ് ഈ സപ്പോസ് ടു മേക്ക് എ മോഡ് ലൈക്ക് മോഡ് 10 കൗണ്ടർ വിചാരിച്ചോ, അല്ല മോഡ് 16 കൗണ്ടർ. മോഡ് 16 കൗണ്ടർ ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഇക്വേഷൻ തരാം. അതായത് 2n ഈക്വൽ ടു ദ നമ്പർ. നമ്മളിപ്പോൾ തന്നത് 16. 2n ഈക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ 2 എത്ര ഈക്വൽ ടു 16 നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞു 2 4 ഈക്വൽ ടു 16. 2 ഈക്വൽ ടു 16. ദിസ് 4 വിൽ ബി ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്. അത്രേ ഉള്ളൂ സാധനം. അപ്പം മോഡ് അത് ഈ 16-നേക്കാളും കുറഞ്ഞ ഏത് നമ്പർ ഉണ്ടാക്കണമെങ്കിലും ഇത്രയും സാധനം വേണം. അതായത് ഇപ്പം 2n ഇപ്പം 2 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, 2 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ ഉണ്ടാക്കണമെങ്കിലും 16 നമ്പർ വേണം. അത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് നോക്കേണ്ട ആവശ്യമില്ല. മോഡ് 10 കൗണ്ടർ. മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ Q3 Q2 Q1 Q0 എന്നാണ് എഴുതേണ്ടത്. പക്ഷെ നമ്മൾ ഇതിൽ വന്നത് Q0 ഓക്കെ. മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ 10 വരുമ്പോൾ അപ്പം മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വരുമ്പോൾ, അതായത് 10 ആണല്ലോ സാധനം, അതായത് 10 വരുമ്പം തിരിച്ച് റീസെറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് മസ്റ്റ് ബി 0 0 0 0 എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു Q3 Q2 Q1 Q0ൽ എപ്പം 1 0 വരുന്നോ അപ്പം ക്ലിയർ ആവണം, എന്നിട്ട് 0 ആവണം നെക്സ്റ്റ് സ്റ്റേറ്റ്. പക്ഷേ ഇതിൽ നമ്മളുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ Q0 Q1 Q2 Q3 അങ്ങനെയാണല്ലോ ഇവിടുന്ന് ഔട്ട് വരുന്നത്. ഇതാ Q0 Q1 Q2 Q3 എന്നാണല്ലോ. അപ്പം Q0 Q1 Q2 Q3യിൽ എങ്ങനെയാണ് 10 എഴുതുക?
1 0 1 0 ഇങ്ങനെ തിരിച്ചാണല്ലോ ഇതുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. Q3 1 ആണ്, Q3 1 ആണ്, Q2 0 ആണ്, Q2 0 ആണ്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ 1 0 1 0 അപ്പോഴും 1 0 1 0. ആ കോമ്പിനേഷൻ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഓഫ് ആക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന JKs ആക്റ്റീവ് ലോ ആണ്. ആക്റ്റീവ് ലോ അതെന്ന് പറഞ്ഞാൽ ഈ ക്ലിയർ അല്ലെങ്കിൽ പ്രീസെറ്റ് എന്ന് പറഞ്ഞ സാധനത്തിലേക്കൊക്കെ 0 എപ്പോഴാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് ക്ലിയർ ആവുക. പ്രീസെറ്റിൽ 0 കൊടുത്താൽ പ്രീസെറ്റ് ആവും. അത്രേ ഉള്ളൂ. പ്രീസെറ്റ് നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല, നമുക്ക് പറയുന്നില്ല എന്നാണ് തോന്നുന്നത്. സോ ദാറ്റ് നമുക്ക് പ്രീസെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു Q3 1 Q2 0 ഇവിടെ 1 ഇവിടെ 0 ഇങ്ങനെ വരുന്നൊരു കണ്ടീഷൻ ആകുമ്പം അപ്പം ക്ലിയർ ആവണം. ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണോ എന്നുള്ള ഡിപ്പെൻഡൻ്റ് അല്ല. അതായത് നമ്മൾക്ക് ഈ കണ്ടീഷൻ വരുമ്പോഴാണ് ഓഫ് ആക്കുക, 0 0 0 0 ആക്കേണ്ടത്. ഈ കണ്ടീഷൻ അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ഓഫ് ആക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ എപ്പം വരുന്നോ അപ്പം ഔട്ട്പുട്ട് 0 ആക്കിയിട്ട് എല്ലാത്തിൻ്റെയും ക്ലിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ മാറി 0 0 0 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പം നമ്മൾ നോക്കുക Q3 എന്താ, Q3 1 വരണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് എടുത്തു, ഒരു ഇൻപുട്ട് എടുത്തിട്ട് നാൻഡിലേക്ക് കൊടുത്തു, മറ്റേ ഇൻപുട്ടായിട്ട് Q1 എന്നും കൊടുത്തു. അതായത് 1 0 1 0 വരുന്ന കണ്ടീഷൻസ് 1 0 1 0 എന്നാണല്ലോ വരേണ്ടത്. അപ്പം നമ്മൾ നോക്കിയിട്ട് Q3 നിന്നും Q2 നിന്നും Q1 നിന്നും ഇൻപുട്ട് എടുത്തിട്ട് നാൻഡിലേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെയും 1 വന്ന് നാൻഡിലേക്ക് പോകുമ്പോൾ 0 ആവും. ഈ 0നെ എല്ലാത്തിൻ്റെയും ക്ലിയറിലേക്ക് കൊടുത്തു. ഈ 0 കൊടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു ആക്റ്റീവ് ലോ ആണ്. ഇവിടെ ഒരു വട്ടം കണ്ടോ, ദിസ് ബട്ടൺ റെപ്രസെൻറ്റ്സ് ദിസ് ആൻ ആക്റ്റീവ് ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്ത് മോഡ് 10 കൗണ്ടർ. അതിപ്പം മോഡ് 12 കൗണ്ടർ ഉണ്ടാക്കേണ്ടിരുന്നത് വെച്ചാൽ 12 കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ കോമ്പിനേഷൻ നോക്കൂ. Q3 Q2 Q1 Q0. അതിൽ 12 എന്ന് പറഞ്ഞാൽ എഴുതണമെങ്കിൽ Q1 1 0 1 1 0 0 അങ്ങനെ എഴുതണം. ഈ 1 1 വരുന്ന കോമ്പിനേഷൻസിലുമാണ് നമുക്ക് ഓഫ് ആക്കേണ്ടത്. എല്ലാതും കൊണ്ടുപോയിട്ട് 0 0 0 0 എന്നാക്കേണ്ടത്. സോ ദാറ്റ് നമ്മൾ Q3 Q2 ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കും. Q3 Q2 ആണ് ഞാൻ കൊടുക്കുക. ഇതും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാത്തിലേക്കും ക്ലിയർ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. കൺസെപ്റ്റ് വയ്ക്കാൻ തോന്നുന്നു.